ഇതാണ് സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. പ്രഭാതം പൊട്ടി വിടരുന്നു. ഇതൊക്കെ കാണണമെങ്കിൽ ഒരു പൊളി ലൈഫ് തന്നെ വേണ്ടേ. എന്തായാലും ഈ കല്ല് നല്ല കല്ലുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഹലോ ഗൈസ്, നിങ്ങൾ എന്നിട്ട് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് നഗരം എന്നറിയപ്പെടുന്ന നമ്മുടെ മാഹിയിലേക്കാണ്. മാഹിയിലാകുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടുന്ന 2 സാധനങ്ങളാണുള്ളത്. ഒന്ന് പെട്രോളും ഒന്ന് നമ്മളെ മദ്യവും. നമ്മളെന്തായാലും മദ്യം കുടിക്കാൻ വേണ്ടി പോകുന്നില്ല, നമുക്കൊന്ന് പെട്രോൾ അടിക്കണം. അതുപോലെ തന്നെ മാഹിയിലുള്ള അടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരണം. അതാണ് പോകുന്നത്. നമ്മളിപ്പോൾ കക്കടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നോട്ട് പോകുന്ന കാഴ്ചകളും അതുപോലെ തന്നെ ഇന്ന് എന്തൊക്കെ കാഴ്ചകൾ കാണുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. എന്നാൽ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഇരുട്ടത്താണ് പോകുന്നത്. ഇപ്പോൾ ടൈം 5 മണിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇരുട്ടത്താണ്. എന്തായാലും നേരത്തെ തന്നെ നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് മാഹി ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കല്ലാച്ചി ടൗണിലാണ്. നമ്മുടെ നാട്ടിലുള്ള കല്ലാച്ചി ടൗണിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ നാദാപുരത്ത് നേരെ ചൊക്ലിയിൽ നിന്ന് പിന്നെ നമ്മുടെ മാഹിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ നാദാപുരം ടൗണ്. ഏകദേശം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ടൗൺ തന്നെയാണ്. എന്ത് സാധനമാണെങ്കിലും ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നാദാപുരം കല്ലാച്ചി ഒത്തുചേർന്നിട്ടാണ് ഇപ്പോൾ ബിസിനസ്സൊക്കെ നടത്തുന്നത് പോലെ തോന്നുന്നുണ്ട്. കാരണം 2 റോഡിൻ്റെ 2 സൈഡിലുമായിട്ടും ഫുള്ളായിട്ട് 2 സൈഡിലും ഫുള്ളായിട്ട് ബിൽഡിങ് തന്നെയാണ്. ഇതാണ് നമ്മുടെ നാദാപുരം ടൗണിലേക്ക് എത്തുന്ന വളവ്. ഈ നാദാപുരം ടൗണിൽ നിന്ന് വലത്തോട്ടേക്ക് പോയാലാണ് നമുക്ക് തലശ്ശേരിക്ക് പോകുന്ന റൂട്ടാണ്. അവിടുന്ന് നമ്മൾ തലശ്ശേരി എത്തുന്നതിന് മുന്നേ ചൊക്ലിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാലാണ് മാഹിയിലേക്ക് പോകാൻ പറ്റുന്നത്. വെളുപ്പിന് നടക്കാനിറങ്ങിയ ചേട്ടന്മാരാണ് പോകുന്നത്. ടോർച്ചൊക്കെ മുകളിലേക്കാണ് തോന്നുന്നത് അടിക്കുന്നത്. നമ്മളിപ്പോൾ മാഹിയിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് അവിടത്തേക്ക് പോകാനുള്ളത്. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്നും കാണേണ്ടതാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മാഹി പള്ളിയിൽ ഇപ്പോൾ പെരുന്നാളാണ്. എന്തായാലും മാഹി പള്ളിയിലെ കാഴ്ച പിന്നീടാ. ഞങ്ങളെന്തായാലും ബീച്ചിലേക്ക് തന്നെ പോവാണ്. മാഹി പള്ളീൻ്റെ മുന്നിലുള്ള ജംഗ്ഷന് 1 വേയിലൂടെയാണ് നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. കുറേ ചേട്ടന്മാർ ഇവിടുന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇതവിടെ നിന്നിട്ട് ചൂണ്ടയിടുന്നുണ്ട്. കാക്കകളൊക്കെ പറന്ന് കളിക്കുന്നുണ്ട്. നോക്കത്താ ദൂരത്തോളം നല്ല അങ്ങ് നോക്കുമ്പോൾ കടലിൻ്റെ കാണുന്നില്ല. ഒരുപാട് തോണികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. എന്തല്ല സ്പോട്ട്. എന്തായാലും നിങ്ങൾ അവിടെ നിന്ന് സൂര്യൻ പൊട്ടി വിരിഞ്ഞ് വരികയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇരുന്നിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ രാവിലെ തന്നെ വാക്കിങ് ചെയ്യാനും പറ്റിയ കിഡിലെ ഏരിയ ആണിത്.
നമ്മുടെ മാഹിയിലാണ് വരുന്നത്. മാഹിയിൽ ബീച്ച് മാഹി പള്ളീൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെയാണ് ഇത് വരുന്നത്. ഞാൻ മുഴുവനായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അടിപൊളി സ്പോട്ടാണ്. രാവിലെ നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുള്ളതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ചിട്ടാണുള്ളത്. അടിപൊളി സ്പോട്ടാണ്. ഇവിടെ ചന്ത നടക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാഹിപ്പള്ളിയിൽ ഉത്സവമാണ്, അതുകൊണ്ട് ഇവിടെ ചന്ത ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആകുന്നതായിരിക്കും. ഇപ്പോൾ ക്ലോസ് ആണ്. തൊട്ടിലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്താ വേറെന്താ പറയാനുള്ളത്, ഇവിടെ ചേട്ടന്മാർ മീനിനെ പിടിക്കുന്ന ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കോ, ഇവരിങ്ങനെയാണ് രാവിലെ തന്നെ എണീറ്റ് ബോട്ടിൽ പോയി മീനിന് വലയിടുന്നതാണ് ഈ കാഴ്ച കാണുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിത്. മരണത്തെ തോൽപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ കടൽ എന്ന് പറയുന്ന കടൽ താമസിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഇവരാണ് നമ്മുടെ വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മളെ വന്ന് ഒരുപാട് സഹായം ചെയ്ത ഇവർക്ക് നല്ല സല്യൂട്ടാണ് ഞാൻ ചെയ്യാണ്. എന്താ അല്ലേ, കാരണം മോനെ കിടില സ്പോട്ട് തന്നെ. നമ്മളിവിടെ വന്നിട്ടില്ലെങ്കിൽ വെറുതെ നഷ്ടപ്പെട്ടു പോകാനും. കിടില സ്പോട്ടാണ്. ഞാൻ കുറച്ചിങ്ങോട്ട് മാറി നിന്നതാണ് നമുക്ക് ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. പ്രഭാതം പൊട്ടി വിടരുന്നു. ഇതൊക്കെ കാണണമെങ്കിൽ ഒരു പൊളി ലൈഫ് തന്നെ വേണ്ടേ. എന്തായാലും ഈ കല്ല്, നല്ല കല്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഈ കല്ലിൻ്റെ മുകളിൽ നമ്മളൊന്ന് കയറാൻ നോക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ മൊത്തമായിട്ടൊന്ന് നല്ല സ്ലിപ്പാകുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എടാ മണ്ട, ഇനി വരുന്നില്ല, ഇങ്ങോട്ട് വാ. ഏതല്ലേ സ്ഥലമോ ഇത്? എന്തായാലും പൊളി സ്ഥലം മനെ, അടിപൊളി സ്പോട്ട്. ഇതാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വലിയ കടലുകളും കാര്യങ്ങളാണുള്ളത്. മാഹിയിൽ വന്നിട്ട് സൺറൈസ് കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എന്തായാലും അടിപൊളിയാണ്. എന്തായാലും ഞാൻ ഇനി അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്. നമ്മളെന്തായാലും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഈ മാഹി മൊത്തം ഒന്ന് കറങ്ങിയിട്ടുണ്ട് വേറെ കാര്യം. എന്തായാലും ഓക്കെ, ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് വെക്കണം.